കസിൻ്റെ കല്യാണത്തിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. സത്യം പറയാലോ, വീഡിയോ മൊത്തത്തിൽ പണി പാളിപ്പോയി. വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നും അങ്ങോട്ട് നടന്നില്ല. കുറേ കാര്യങ്ങളൊക്കെ മിസ്സിങ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം ക്ഷീണം ഞാൻ വിരുന്നിന് വരുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിൽ തീർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിലിടാം. പിന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് മൊത്തത്തിൽ പണി പാളി പോയത്. ഇതിപ്പോൾ കല്യാണത്തിന് തലേ ദിവസമാണ് കേട്ടോ. നമ്മൾ പുടവൊക്കെ കൊടുത്തു വന്നു കഴിഞ്ഞ് പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല രസമായിരുന്നു, ആളും തിരക്കൊക്കെ ആയിട്ട്, ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. പക്ഷെ ഒരുപാട് അങ്ങോട്ട് ഞങ്ങൾക്ക് കൂടാൻ പറ്റില്ല. ഞാനും അനിയനും കൂടെ വീട്ടിലോട്ട് പോന്നു. കാരണം പിറ്റേ ദിവസം അതിരാവിലെ ആയിരുന്നു മുഹൂർത്തം. മാത്രമല്ല, ഞാൻ വീടിൻ്റെ അടുത്തൊരു പാർലറിലായിരുന്നു സാരി ഉടുപ്പിക്കാനൊക്കെ ആയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ റെഡിയായി വന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ താലികെട്ടിനായിട്ട് പോവാണ്. വധുവിന് വീടിനടുത്തൊരു ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു താലികെട്ടൊക്കെ. അത് കഴിഞ്ഞ് ബാക്കി ഫംഗ്ഷനും ഫുഡും പരിപാടിയൊക്കെ അടുത്തൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വീഡിയോ എടുക്കൽ മൊത്തത്തിൽ പണി പാളിപ്പോയി. അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നേരെ പോയതൊരു ഡാൻസ് വീഡിയോ ചെയ്യാനായിരുന്നു. റിസപ്ഷന് കളിക്കാനായിട്ട് എന്തായാലും നമ്മൾ കുറച്ച് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തല്ലോ. അപ്പോൾ അതിലൊരു സോങ് എടുത്തൊരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നേരെ അങ്ങോട്ട് പോയി. സ്ഥലം അന്വേഷിച്ച് നടന്ന് നമ്മൾ അടുത്തൊരു അമ്പലം വരെ എത്തി. പെട്ടെന്ന് കളിച്ചിട്ട് വരണമെന്ന് കരുതിയാണ് പോയത്. കാരണം അതും വരുന്ന വീട്ടിലെത്തുന്നതിന് മുന്നേ കളിച്ചിട്ട് വരാമെന്ന് കരുതിയാണ് പോയത്. പക്ഷെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചതല്ലാതെ നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല, ചെക്കനും പെണ്ണും വീട്ടിൽ കയറുന്ന സമയത്ത് നമ്മളിതാ ഇവിടെ ഡാൻസ് വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. തിരക്കിടില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.